നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അനുഗ്രഹമായി കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ആലോചന, വെളിപ്പാട് ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ, നമ്മുടെ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഹോശാന ഞായറാഴ്ചയായിരുന്നു. എല്ലാ സഭകളിലും യേശുക്രിസ്തുവിന്റെ യെരൂശലേമിലേക്കുള്ള ആ കഴുതപ്പുറത്തുള്ള വരവേൽപ്പ് നമ്മുടെ എല്ലാവരുടെയും ചിന്തയിലും, പ്രത്യേകിച്ച് മിക്കവാറും എല്ലാ സഭകളിലും അതിന്റെ സന്ദേശങ്ങൾ ലഭ്യമായിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് കൂടെ പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അത് അല്പം ക്ഷമയോടെ കുറച്ചു നേരം ഈ വേദപുസ്തകത്തിന്റെ ചിന്തകൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്താണ് യേശുക്രിസ്തു ആ കഴുതയുടെ പുറത്ത് കയറിപ്പോയതിന്റെ രഹസ്യം എന്താണ്? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം എന്താണ് ഇങ്ങനൊരു യാത്രയുടെ ക്രമീകരണം, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം, ഞാനൊരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. 21-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം: അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലക്കരികെ ബേത്ത്ഫഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയും നിങ്ങൾ ഉടൻ കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞ് കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ, തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ അത് സംഭവിച്ചു. പശ്ചാത്തലം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മിശിഹാ തമ്പുരാൻ ഒരു പ്രധാന സന്ദർഭത്തിൽ തന്റെ മരണത്തോടുള്ള അടുത്തു വരുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ അയച്ച് എതിരെയുള്ള ഗ്രാമത്തിൽ നിന്നും അഴിച്ചുകൊണ്ടുവന്ന കഴുതക്കുട്ടിയുടെ മേൽ കയറി യാത്ര പുറപ്പെടുന്നത് കാണാൻ പറ്റും. അവരുടെ വസ്ത്രം ആ കഴുതയുടെയും കുട്ടിയുടെയും മേലിടുന്നു, അതിന് മുകളിൽ കർത്താവ് ഇരിക്കുന്നു. ചിലർ തങ്ങളുടെ വൃക്ഷക്കൊമ്പുകളെയൊക്കെ വെട്ടി വഴിയോരങ്ങൾ ഇടുന്നു. തങ്ങളുടെ വസ്ത്രങ്ങളെ ഈ റോഡ് നീളെ വിരിക്കുന്നു. രാജാവായിട്ട് എൻ്റെ കർത്താവ് ഇങ്ങനെ അതിലൂടെ യാത്ര ചെയ്ത് യെരൂശലേമിലേക്ക് പോകുന്നു. എന്തുവാണ് ഇതിന്റെ അർത്ഥം? എന്തിനാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾ ശാന്തമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവുക. ഇത് എടുത്തത്, ഈ വാക്യത്തെ ഉദ്ധരിച്ചത് സെഖര്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്ന്. സെഖര്യ 9:9 ഇങ്ങനെ പറയുന്നു: സിയോൻ പുത്രി ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവരുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. മിശിഹാതമ്പുരാനെ കുറിച്ചുള്ള സെഖറിയാവിന്റെ ഒരു മുൻപുള്ള പ്രവചനമാണ് നമ്മളിവിടെ കാണുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. ഈ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് എഴുതുമ്പോൾ നിശ്ചയമായിട്ടും മത്തായി എഴുതിയ സുവിശേഷം ഏത് ഓഡിയൻസിനാണോ ഉള്ളത് അവർക്ക് ആ പ്രവാചകനെ അറിയാം. മാത്രമല്ല, ഏതെങ്കിലും ഒരു വാക്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് പ്രസംഗകരല്ല, ചെറി പിക്കിങ് ആളുകളെ, ചെറി പിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്നൊക്കെ വാക്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ പ്രസംഗങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തിന്റെ രീതിയിൽ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഒരു വാക്യം, സെഖര്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മത്തായി 21-ാം അധ്യായത്തിൽ എടുക്കുമ്പോൾ മത്തായി നിശ്ചയമായിട്ടും അതിന്റെ പശ്ചാത്തലം, അതിന് ശേഷമുള്ള കാര്യം, ആ ഫുൾ സംഭവം എന്താണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രാജത്വത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ ഈ വാക്യത്തെ ഉദ്ധരിച്ചത്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, യേശുവിന് ഇവിടെ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് വരുന്നവരായിട്ടാണ് കാണുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തില് അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ്, അനന്തരം ഞാൻ സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു.
അപ്പൊ നീതിയോടെ നടത്തുന്ന സത്യവാനും വിശ്വസ്തനും എന്നു പേരുള്ള ഒരാൾ വെള്ളക്കുതിരയുടെ പുറത്ത് വരുന്നു. അപ്പം അവിടെ വെളിപ്പാട് 19 ഒരു വെള്ളക്കുതിര പുറത്ത് വരുന്ന ക്രിസ്തുവിനെ കാണാം. എന്നാൽ മത്തായി 21 കഴുതയുടെ പുറത്ത് കയറിപ്പോകുന്ന ക്രിസ്തുവിനെ കാണാം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, ഇതെന്താണ് കാണിക്കുന്നത് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ സെക്കറിയാവിന്റെ പ്രവചനത്തിൽ തന്നെ പരിശോധിക്കാനായിട്ട് പോവാം. സെക്കറിയാവ് ഇത് എഴുതുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ദാര്യാവേശ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിന്റെ ആധിപത്യത്തിന്റെ കാലത്ത് ബാബിലോണിലായിരുന്ന ജനം ബാബിൽ പ്രവാസത്തെ തന്നെ തുടർന്ന് വീണ്ടും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ പ്രവാസികളായി തുടരുമ്പോൾ ഇവരിൽ നിന്ന് ഇവർക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടാകാൻ പോകുന്നുവെന്നും ഈ ജനത്തെ ദൈവം നിന്ന് ഉദ്ധരിക്കാൻ പോകുന്നുവെന്നും അവരെ വിമോചനത്തിലേക്ക് നടത്താൻ ഒരു രാജാവ് വരാൻ പോകുന്നു എന്നും ജനത്തെ എൻകറേജ് ചെയ്യുന്നു പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ്. അവരെ ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുവാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിലാണ് സെക്കറിയാവിന്റെ പ്രവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ബാക്കിലോട്ടൊന്ന് പോയി പറയാം. ആദം എന്ന് പറയുന്ന ആളാണ്, ഞാൻ പറഞ്ഞു, ഇത് ഫെഡറൽ ഹെഡ് ഓഫ് ജ്യൂ. ഈ ഓൾഡ് കവനന്റിന്റെ ഫെഡറൽ ഹെഡ് നമ്മുടെ ആദമാണ്. ആദമിനാണ് ദൈവം ആദ്യം ഉൽപ്പത്തി 1:26 മുഴുവൻ വാഴുവാനുള്ള അധികാരം കൊടുത്തു. കിങ്ഡം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ നിർഭാഗ്യവശാൽ തനിക്ക് വീഴ്ച സംഭവിക്കുന്നു. ആ വീഴ്ചയാൽ ആ രാജ്യം അവനെ നഷ്ടപ്പെടുകയാണ്. പിന്നെ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ ദൈവം ഉടനെ തന്നെ ഒരു പ്രവചനം പറഞ്ഞു, നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞ് മിശിഹാതമ്പുരാനെ കുറിച്ചുള്ള ഒരു പ്രവചനം ഏദനിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പാമ്പിന്റെ തല തകർക്കാനും അവന്റെ സാമ്രാജ്യത്തെ പിടിച്ചു വാങ്ങാനും ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലും കംപ്ലീറ്റ്നെസ്സിലും കൊണ്ടെത്തിക്കുവാനും പ്രാപ്തനായ ഒരു സ്ത്രീയുടെ സന്തതി മിശിഹാതമ്പുരാൻ വരുമെന്നുള്ള ദൈവികമായ ആലോചന ഏദനിൽ നിരാശരായി നിൽക്കുന്ന ആദം ഹവ്വ ദമ്പതിമാർക്ക് നമ്മുടെ ദൈവം കൊടുക്കുന്നു. നമുക്കത് അവിടെ കാണാൻ പറ്റും. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഷേത്തിന്റെ കയ്യിൽ അത് കൈമാറുന്നു, ഏനോഷിന്റെ കയ്യിൽ കൈമാറുന്നു, അത് ഹാനോക്കിന്റെ കയ്യിൽ വരുന്നു, ഹാനോക്ക് നോഹയുടെ കൈമാറും. ഇങ്ങനെ എല്ലാവരും ആ കാലഘട്ടത്തിൽ ആ ഉടമ്പടിക്കകത്തെ രാജാക്കന്മാരായി വരുന്നു. അബ്രഹാം വരുന്നു, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് തുടങ്ങി മോശ തുടങ്ങി ഇങ്ങനെ മുൻപോട്ട് കടന്നു. ഒടുവിൽ ഒടുക്കത്തെ ആദമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും രംഗത്തേക്ക് വരികയാണ്. സോ ഈ ആദാമ്യ കിങ്ഡത്തിന്റെ അവസാനത്തെ രാജാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഈ രാജ്യം, അതായത് ഈ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന് ഭൂമിയിൽ വന്ന് ശുശ്രൂഷിച്ച ശേഷം യേശുക്രിസ്തുവിന്റെ പറോസിക്ക് തൊട്ടു മുമ്പ്, അതായത് AD 70 തൊട്ടു മുമ്പ്, ഓൾഡ് ഗവൺമെന്റ് നീക്കം വരുന്നതിന് തൊട്ടു മുമ്പ്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് മുഴുവൻ സാധ്യമാകുന്നതിന് തൊട്ടു മുമ്പ് അതിശ്രേഷ്ഠമായ മറ്റൊരു ഭരണം, ഒരു ലിമിറ്റഡ് ഭരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. ആ ലിമിറ്റഡ് ഭരണമാണ് ഏകദേശം AD 30 മുതൽ 70 വരെയുള്ള 40 വർഷത്തെ അപ്പോസ്തലന്മാരെ കൊണ്ട് അടിസ്ഥാനപ്പെടുത്തി അപ്പോസ്തലന്മാർ സിംഹാസനങ്ങളിൽ ഇരുന്ന് ആ വാഴുന്നവരെ പോലെ വാഴ്ച നടത്തി മിശിഹാതമ്പുരാൻ ഭരിച്ച ആ ഭരണം നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യ ലേഖനത്തിലേക്കാണ്. നമ്മൾ 1 കൊരിന്ത്യ ലേഖനം 15-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഓരോരുത്തരും താന്റെ നിരയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പിന്നെ അവസാനം, അതായത് കർത്താവായ യേശു ക്രിസ്തു ആദമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുന്നു. ഓരോരുത്തൻ താന്റെ നിരയിലെത്രേ. ആദ്യ ഫലം ക്രിസ്തു, മരിച്ചവരിൽ നിന്നും ഒറ്റ ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കൽ, അവന്റെ പറോസിയൽ പ്രത്യക്ഷതയെങ്കിൽ, പിന്നെ അവസാനം. ഇപ്പം യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ അവസാനം വന്നിരിക്കുന്നു. എന്തിന്റെ അവസാനം? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ആദാമ്യ കിങ്ഡത്തിന്റെ അവസാനം. ആദാമിന്റെ കിങ്ഡം അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിലാണ്. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവസാനം അന്ന്, അതായത് അവന്റെ വരവെങ്കിൽ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നു. അതായത് ഏദൻ തോട്ടത്തിൽ ആദമിന് ദൈവം കൊടുത്ത കിങ്ഡം ഓഫ് ആദം, ഈ ആദമിന്റെ രാജ്യത്തെ പിതാവിന് തിരികെ കൊടുക്കുന്നു. ആര്? സക്സസ്ഫുള്ളി, അതായത്
ഏറ്റവും ഒടുക്കത്തെ ആദാമായി വന്ന് ഭരണം നന്നായി കാഴ്ചവെച്ച് ജനതയെ മുഴുവൻ വിടുവിച്ച് അവനിൽ വിശ്വസിക്കുന്ന അവന്റെ ഒരു ശേഷിപ്പിനെ മുഴുവൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്ത് വീണ്ടെടുത്ത് ജയകരമായ ഭരണം പൂർത്തിയാക്കി രാജ്യം പിതാവായ ദൈവത്തെ തിരികെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് തന്നെ പറയുന്നു, അവൻ തന്റെ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായ മരണം എന്ന് പറഞ്ഞാൽ റിസറക്ഷൻ സംഭവിക്കുമ്പോൾ മരണം എന്നത് അവസാനിക്കുന്നു. മരണത്തിന്റെ കാരണമായ ന്യായപ്രമാണവും പാപവും നീക്കം വരുത്തി ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നടത്തിയ ആ ലിമിറ്റഡ് കിങ്ഡം അവിടെ അവസാനിക്കുകയാണ്. യേശു സകലത്തെയും കീഴ്പ്പെടുത്തുന്നത് വരെ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ ഇതാണ് ഇത് അവസാനിക്കുന്ന കിങ്ഡമാണ്. ഇത് AD 70 അവസാനിച്ചു. അതിനുശേഷം പുതിയതായിട്ട് യേശു ക്രിസ്തുവിന്റെ രാജ്യം ആരംഭിച്ചു. പിതാവും പുത്രനും അവന്റെ വിശുദ്ധ സഭയും കൂടെ ചേരുന്ന ദൈവരാജ്യത്തിന്റെ ആരംഭം ശക്തിയോടെ വെളിപ്പെടുന്നു. രാജ്യം തുടരുന്നു. യേശു ക്രിസ്തുവിന്റെ രാജ്യം, അതായത് രണ്ടാം മനുഷ്യനായ മിശിഹായുടെ ആ രാജ്യം ഇന്നും എന്നേക്കുമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പം ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒടുക്കത്തെ ആദാമ്യ രാജ്യത്തിന്റെ, ആദാമ്യ കിങ്ഡത്തിന്റെ അവസാനത്തെ രാജാവായ മിശിഹാ തമ്പുരാൻ കഴുതയുടെ പുറത്ത് കയറി സാവധാനം മുൻപോട്ട് പോകുന്നത് കാണാൻ പറ്റും. എന്താണ് കഴുത? കഴുത എപ്പോഴും സൗമ്യതയുടെയും താഴ്മയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മളിവിടെ കഴുതയെ കാണേണ്ടത്. കാരണം മിശിഹാ തമ്പുരാൻ കഴുതയുടെ പുറത്ത് സൗമ്യനായി താഴ്മയുള്ളവനായി വരുന്നു എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. ഇപ്പം സെഖറിയായുടെ പ്രവചനം 9-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. അവിടെ ജയശാലിയായും താഴ്മയുള്ളവനായിട്ടും നീതിമാനായിട്ടും കഴുതയുടെ പുറത്ത് സൗമ്യനായി വരുന്നു. സോ ഈ രാജാവിന്റെ പ്രത്യേകത, യേശു ക്രിസ്തു സമാധാനത്തെ കൊണ്ടുവരുന്നു. കലഹവും മരണവും ഭീതിയും ന്യായവിധിയും ഒക്കെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് നടുവിൽ മഹാരാജാവ് ദാണ്ടെ സൗമ്യനായി സമാധാനത്തോടെ വരുന്നു. ദിസ് എ പീസ്, ഒരു സമാധാനത്തിന്റെ ഒരു രാജ്യത്തെ കൊണ്ടുവരുവാനുള്ള ആദ്യത്തെ നടപടി എന്നോണം മിശിഹാ ദാണ്ടെ കഴുതയുടെ പുറത്ത് വാഹനമേറി കടന്നു വരുന്നു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ 10-ാമത്തെ വാക്യമാണ്. ഞാൻ ഈ എവിടുന്ന് സെഖറിയാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന് ആ വാക്യത്തിന്റെ പശ്ചാത്തലവും അതിന്റെ പ്രീ ടെക്സ്റ്റും പോസ്റ്റ് ടെക്സ്റ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രധാന വിഷയം? അല്ലാതെ നമ്മൾ ആ വാക്യത്തെ മാത്രം എടുത്തിട്ട് കഥയില്ല. കാരണം ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകാൻ തുടർന്ന് താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകും. എന്നാൽ എഫ്രീമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ല് ഒടിഞ്ഞു പോകും. സകല ജാതികളോടും സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവും ആയിരിക്കും. ഇതാരെ കുറിച്ചായി പറയുന്നത്? എഫ്രീമിൽ നിന്ന് രഥവും യെരൂശലേമിൽ നിന്ന് കുതിരകളെയും ഛേദിച്ചു കളയും. പടവില്ല് ഒടിഞ്ഞു പോകും. നിശ്ചയമായിട്ട് നമുക്കറിയാം, രഥം, കുതിര, പടവില്ല് ഇത് യുദ്ധത്തിന്റെ ആയുധങ്ങളാണ്. എഫ്രീം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗ്രഹം. എഫ്രീമിന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ അസീറിയയിൽ നിന്ന് അസീറിയയിൽ പിടിക്കപ്പെട്ടു പോയ, ചിതറപ്പെട്ടു പോയ 12 ഗോത്രങ്ങളിൽ 10. അതാണ് എഫ്രീം. യെരൂശലേം എന്ന് പറയുന്നത് യഹൂദ ഗോത്രം. നമുക്കറിയാം, ശലോമോന്റെ കാലത്തിന് ശേഷം ഇത് രണ്ടായിട്ട് പിരിയുന്നു. രഹോബയാം എന്നും യെരോബയാം എന്ന് പറയുന്ന ഒരു ദാസനും ശലോമോന്റെ പുത്രനും കൂടെ തമ്മിൽ ഉള്ള മത്സരത്തിൽ ഇത് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും 10 ഗോത്രത്തെ കൊണ്ട് യെരോബയാം നേരെ ശമരിയെ ഹെഡാക്കി യെരൂശലേമിൽ നിന്ന് ആരാധന അവിടെയാക്കി 2 കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ആ ജനത ദൈവത്തിന്റെ ശിക്ഷയുടെ കീഴിലായി ഉടമ്പടിയിൽ നിന്ന് ഔട്ടായി. പിൽക്കാലത്ത് അനേക പ്രവാചകന്മാരെ അയച്ചു. പക്ഷെ പ്രവാചകന്മാരുടെ വാക്ക് കൈക്കൊള്ളാത്തതിനാൽ BC 721 അസീറിയ കടന്നുവന്ന് ഇവരെ നശിപ്പിക്കുന്നു. ഇവരുടെ നാട്ടിൽ രഥങ്ങളുടെയും കുതിരകളുടെയും വില്ലുകളുടെയും ഒക്കെ നിരന്തരമായ പ്രയോഗം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ശത്രുക്കളുടെ നിന്ന് യുദ്ധത്തിന് ഇവര് അകപ്പെടേണ്ടി വന്നു. പല പ്രാവശ്യം ഇവർ യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പലപ്പോഴും യുദ്ധങ്ങൾ വരുമ്പോൾ ഇവര് പലരെയും സഹായം ചോദിക്കും. മിസ്രൈമിനെ ആശ്രയിക്കാൻ പോയിട്ടുണ്ട്, അസീറിയെ ആശ്രയിക്കാൻ പോയിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ ഈ ഇസ്രായേൽ ഗ്രഹം ആശ്രയിക്കുന്നു. കാരണം യഹോവയുടെ പ്രൊട്ടക്ഷൻ, കവനന്റ് പ്രൊട്ടക്ഷൻ ആ ജനത്തിനില്ലാതെയായി. അപ്പൊ സ്വർഗത്തിലെ കർത്താവ് ഇവിടെ പറയുന്നു, സിയോൻ പുത്രി നീ ആനന്ദിച്ചോ, ആ കഴുതയുടെ പുറത്ത് കയറി വരുന്ന ജയശാലിയായ താഴ്മയുള്ള നീതിമാനായ രാജാവ് എന്ത് കൊണ്ടുവരാൻ പോകുന്നു? എഫ്രീമിൽ നിന്ന് ദൈവം രഥത്തിന് നീക്കം വരുത്താൻ പോകുന്നു. കുതിരകളെ
കുതിരകളെ യെരൂശലേമിൽ നിന്ന് ഛേദിച്ചു കളയാൻ പോകുന്നു, വില്ല് ഒടിച്ചു കളയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവൻ യേശു ക്രിസ്തു കൊണ്ടുവരുവാൻ സൗമ്യനായി രാജാവായി ദാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ആധിപത്യം സമാധാനത്തിൻ്റെതായിരിക്കും, ശാന്തിയുടേതായിരിക്കും, നീതിയുടേതായിരിക്കും. അവന്റെ ഭരണം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളം. നിശ്ചയമായിട്ടും ഈ പദപ്രയോഗങ്ങൾ ഇസ്രായേലിന്റെ ആ പ്രാദേശികമാണ്. ഭൂമിയുടെ അറ്റം എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ലാൻഡിന്റെ അറ്റമാണ്. ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന കവനന്റൽ ലൊക്കേഷൻ, ലാൻഡിന്റെ മുഴുവൻ അധികാരിയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാഴുവാൻ പോകുന്നു എന്ന വെളിപ്പാടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറയുമ്പോൾ ഇനി വാഴാൻ പോകുന്ന കഥയല്ല. ദാണ്ട കഴുതപ്പുറത്ത് കയറിപ്പോയ ആള് ഒരു പ്രത്യേക ലിമിറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദാമിന്റെ കിങ്ഡത്തെ ലിമിറ്റഡ് ആയിട്ട് ഈ സമുദ്രം മുതൽ സമുദ്രം വരെ എന്നൊക്കെ ഉള്ളതെല്ലാം ഇറ്റ് ഈസ് എ കിങ്ഡം ഓഫ് ആദം. അതിന്റെ അധികാരിയായി അവിടെ നിന്ന് യുദ്ധത്തെ അവസാനിപ്പിക്കാൻ പോകുന്നു, വില്ലിനെ ഛേദിച്ചു കളയാൻ പോകുന്നു, കുതിരയെ ഛേദിച്ചു കളയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി കാലങ്ങളിൽ യുദ്ധം ഉണ്ടാകത്തില്ല. കർത്താവ് സമാധാനത്തെ കൽപ്പിച്ചിരിക്കുന്നു. സോ ഈ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ആദമിന്റെ അതിനാണ് ഫ്രം ദ എൻഡ് ഓഫ് ദ ഇയർ, ഫ്രം ദ റിവർ ടു ദ എൻഡ് ഓഫ് ദ ഇയർ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ലാൻഡ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ് ലാൻഡ്. എപ്പോഴും നിങ്ങൾ ഇത് മറന്നു പോകരുത്. അപ്പം ഇവിടെ നിരന്തരമായ യുദ്ധത്തെ കർത്താവ് അവസാനിപ്പിക്കാൻ പോകുന്നു. അതിനായിട്ട് സിയോൻ പുത്രിയെ നിന്റെ രാജാവ് ജയാളിയായി ദാ കഴുതയുടെ പുറത്ത് യാതന. ഞാൻ ഇത് നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ വെച്ചേക്കണം. സോ അവിടെ നിന്ന് നമുക്കറിയാം ഈ ദിസ് ഇസ് എ ആദമിക് കിങ്ഡം. അപ്പൊ ആദമിക് കിങ്ഡത്തിന്റെ അധികാരിയായി നമ്മുടെ കർത്താവ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ശരി, അടുത്തത്, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. നോക്കിക്കോണം, നമ്മൾ കോമൺ ആയിട്ട് ഈ സിയോൻ പുത്രിയുടെ വാക്യം മാത്രം എടുത്തിട്ട് ഹോശാന ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് പാടി പോകത്തുള്ളൂ. പക്ഷെ ഇതിന്റെ റിയൽ മീനിങ് എന്താണെന്നാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാം. 11 വാക്യം, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. കവനന്റ് ബ്ലഡ്. യേശു ക്രിസ്തു അന്ന് പെസഹായുടെ അന്ന് വിരിച്ചൊരുക്കിയ മാളിക മുറിക്കകത്ത് വീഞ്ഞുപാത്രം എടുത്തുയർത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി പുതിയ നിയമത്തിനായി ചൊരിയുന്ന എന്റെ രക്തം. സോ ദ കവനന്റ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ പറയുകയാണ്, ആ ബ്ലഡ് ഹേതുവായി, ആ ഉടമ്പടി ഹേതുവായി, അതായത് വരുവാൻ പോകുന്ന പുതു ഉടമ്പടിയുടെ രക്തം ഹേതുവായി, അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ ബ്ലഡ് ഹേതുവായി നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. ഈ വെള്ളമില്ലാത്ത കുഴി എന്നതിനെ കൊണ്ട് ഇവിടെ മനസ്സിലാക്കുന്ന പിറ്റ് വേർ ഇൻ നോ വാട്ടേഴ്സ്. പിറ്റ് എന്നതിന് കൊടുത്തിരിക്കുന്ന LXS, അതായത് സെപ്റ്റുജന്റിൽ, അതായത് എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുജന്റില് പിറ്റ് എന്നതിന് കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ഹേഡീസ് എന്നാണ്, അല്ലെങ്കിൽ ഷിയോൾ എന്ന് വേണേ പറയാം, കുഴി, ഗ്രേവ്. അപ്പൊ ഇതിനകത്ത് പ്രധാന വിഷയം, മരിച്ച എല്ലാ മനുഷ്യരും, ചെറിയവരും വലിയവരും തൊട്ടനും എല്ലാവരും പാതാളത്തിലേക്ക് പോകുന്നു. ഈ പാതാളത്തിൽ അവർ മരണത്തിന്റെ ബദ്ധന്മാരായിട്ടിരിക്കുന്നു. അവർ നിദ്ര കൊള്ളുന്നു. ആ ബദ്ധന്മാരെ യേശു ക്രിസ്തു പറയുന്നു, ഉടമ്പടി മുഖാന്തരം സൗമ്യനായി വന്ന രാജാവ് പറയുന്നു, ഉടമ്പടി മുഖാന്തരം ഞാൻ അവരെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നു. പറഞ്ഞാൽ ഞാൻ അവരെ ഉടമ്പടിയാൽ ഉയർപ്പിക്കാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ഗിവ് ദം എ റിസറക്ഷൻ ലൈഫ്. അപ്പൊ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ റിസറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എല്ലാ വിശുദ്ധന്മാരും അവരവിടെ കിടക്കുമ്പോൾ മരിച്ചവർ ഉറങ്ങുകയാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ 10 മണിക്കൂർ കഴിഞ്ഞാലും കണ്ണു തുറക്കുമ്പോൾ ഒറ്റ മിനിറ്റിൽ നമ്മൾ ഉണരുന്ന പോലെ തോന്നും. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കും. ചില ആളുകൾ കോമ സ്റ്റേജിലേക്ക് പോയിട്ട് ആളുകൾ ഉറങ്ങി അവർ ബോധം വരുമ്പോൾ പറയാറുണ്ട്, ചിലപ്പോൾ മാസങ്ങൾ പലത് കഴിഞ്ഞായിരിക്കും, പക്ഷെ ബോധം വരുമ്പോൾ നേരത്തെ ഉറങ്ങിയതിന്റെ അത്രയും ചിന്തയെ കാണത്തുള്ളൂ. ആ ഉറങ്ങിയ ഓർമ്മയിൽ അടുത്ത സെക്കൻഡിൽ അവർ ഉണരുന്നത് പോലെ. ഇങ്ങനെയാണ് വിശുദ്ധന്മാർ, ആദം മുതലുള്ള സകല വിശുദ്ധന്മാരും മിശിഹായുടെ വരവെങ്കിൽ നൊടിയിൽ ഉണരുമ്പോൾ അവർക്ക് ടൈമില്ലായിരുന്നു. അവർക്ക് സമയം ദീർഘമായിട്ട് ഉറങ്ങുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. അവർ കണ്ണു മയങ്ങി അടുത്ത നിമിഷത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ ഇത്രയും വർഷങ്ങൾ നമുക്ക് ഭൂമിയിൽ സംഭവിക്കേണ്ടി വന്നു. എന്നാൽ ആ കുഴിയിൽ നിന്ന് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത്, അവരെ ബദ്ധന്മാരെ വിടുവിക്കാനായിട്ട് പോകുന്നു, അവരെ പുറത്തെടുക്കാനായിട്ട് പോകുന്നു. സോ ആ ഉയർപ്പ് സാധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു പറയുന്നു, ഞാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു.
അതെ, ജനത്തെ സ്വതന്ത്രമാക്കാനായിട്ട് പോകുന്നു, സമാധാനത്തെ കൽപ്പിക്കുവാൻ പോകുന്നു. 12-ാമത്തെ വാക്യത്തിൽ നിന്ന്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. ഇത് നിശ്ചയമായിട്ടും മറ്റൊന്നുമല്ല, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, പ്രത്യാശയുള്ള ബദ്ധന്മാരെ എന്ന് പറഞ്ഞാൽ എസെക്കിയേലിന്റെ പ്രവചനം 37:11 പറഞ്ഞു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷകളെല്ലാം പോയി ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ രാജാവായി വന്നിരിക്കുന്നു, നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കും, നിങ്ങളുടെ ബദ്ധന്മാരായിരിക്കുന്ന നിങ്ങളെ ഞാൻ വിടുവിക്കും, ഉണങ്ങിയ അസ്ഥികൾക്ക് ഞാൻ ജീവൻ തരും, നിങ്ങൾക്ക് മാംസം ഞാൻ വെച്ചുപിടിപ്പിക്കും, അസ്ഥിയെ അസ്ഥിയോട് കൊണ്ടുവന്ന് ഞാൻ ചേർക്കും, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ, ചിതറിക്കിടക്കുന്ന വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പോയി കിടക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ ശേഷിപ്പിനെ സർവശക്തനാം തമ്പുരാൻ പറയുന്നു, ഞാൻ എൻ്റെ സമാധാന നിയമത്താൽ മടക്കി കൊണ്ടുവരുവാൻ പോകുന്നു. ആ മടക്കിക്കൊണ്ടുവരുവാൻ പോകുന്ന മഹാരാജാവ് ദാണ്ടെ സൗമ്യനായി കഴുതയുടെ പുറത്ത് വാഹനമേറി വരികയാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്ന പ്രിയരെ, നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. നമ്മളിത് ആകെ മനസ്സിലാക്കുന്ന യേശു മരിക്കാൻ പോകുന്നു. ഞാൻ യേശുവിന്റെ മരണത്തെക്കുറിച്ചും പറയാം, ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങൾ നമുക്ക് അതും പഠിക്കേണ്ടതുണ്ട്. ഇനി ഈ ബദ്ധന്മാരാരാണ്? ചിതറിപ്പോയവരാണ്, കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹമാണ്. അനേക ജനങ്ങൾ ചിതറപ്പെട്ടവരായി കിടക്കുന്നു. അവരെ കുഴിയിൽ നിന്ന്, ശവക്കുഴിയിൽ നിന്ന് ദൈവം അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ബദ്ധന്മാരെ ഇങ്ങോട്ട് കോട്ടയിലേക്ക് മടങ്ങി വരും. കം ടു ദ സ്ട്രോങ് ഹോൾഡ്. ഏതാണ് സ്ട്രോങ് ഹോൾഡ്? യെരൂശലേം, ഇസ്രായേൽ. ഉടമ്പടിയിൽ അകത്തേക്ക്, കോട്ട പോലെ ഇരിക്കുന്ന ഉടമ്പടിക്ക് അകത്തേക്ക് വാ. യഹോവ ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമാവെന്ന് പറഞ്ഞ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം, ഇരട്ടി പ്രതിഫലം തരും. എന്തൊക്കെ? നിത്യജീവൻ ലഭിക്കും, നിത്യരാജ്യത്തിൽ പ്രവേശനം ലഭിക്കും, പുത്രത്വം ലഭിക്കും, വീണ്ടെടുപ്പ് ലഭിക്കും, ഇരട്ടി പങ്കായി. എന്താ? ഇസ്രായേലിന് വാഗ്ദത്ത ദേശമായിരുന്നു അന്ന് പങ്കെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇരട്ടി തരും. എന്തൊക്കെയാ? നിങ്ങൾക്ക് ഞാനൊരു ലാൻഡ് തരും, ക്രൈസ്റ്റ് എന്ന ലാൻഡ്. നിങ്ങൾക്ക് നിത്യജീവൻ തരും, നിങ്ങൾക്ക് അവിടെ പുത്രന്മാരാകാൻ പറ്റും, നിങ്ങൾക്ക് പഴയതുപോലെ എന്നോടൊപ്പം ഉടമ്പടിയിൽ പ്രവേശിക്കാൻ പറ്റും. സോ പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തരും എന്ന് കർത്താവ് പ്രസ്താവിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ പശ്ചാത്തലം കഴുതയുടെ പുറത്ത് വാഹനമേറി പോകുന്ന നമ്മുടെ കർത്താവ്. അടുത്തത്, ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രൈമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ യവനദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും. ഇതൊരു വാക്കാണ്, ഇതൊരു വലിയ പ്രവചനം. ദാര്യാവേശന്റെ കാലത്താണ് ഈ പ്രവചനം പറയുന്നത്, കാലത്താണ് ഇത് എഴുതുന്നത്. ഇതെഴുതുന്ന സമയത്ത് ഇതിന് ശേഷം വെളിപ്പെടുവാൻ പോകുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള യവന സാമ്രാജ്യത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇവിടെ ഒരു അല്പം ഞാൻ ഹിസ്റ്ററി പറയാൻ പോകും, എന്നാലേ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ബാബിലോൺ സാമ്രാജ്യത്തിനെ ബേൽത്ശസ്സറിനെ നിഗ്രഹിച്ച് മേദ്യ പേർഷ്യ രംഗത്ത് വന്നു. മേദ്യ പേർഷ്യയുടെ കാലഘട്ടത്തിൽ നമുക്ക് ദാനിയേലിനെ കാണാൻ പറ്റും, എസ്തറിനെ കാണാൻ പറ്റും, മോദെക്കെ കാണാൻ പറ്റും. അവരുടെ കാലഘട്ടത്തിന് ശേഷമാണ് നമ്മൾ യവന സാമ്രാജ്യം രംഗത്ത് വരുന്നത്. യവന സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ തുടർച്ചയിൽ കൊണ്ടുപോകാൻ തനിക്ക് പൂർത്തിയായ പക്വതയുള്ള ഒരു മകനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് നടുവിൽ വലിയ കലാപമുണ്ടായി. 4 വിഭജിക്കപ്പെട്ടു. ഇതൊരു ചരിത്രമാണ്. ഈ 4 വിഭജിക്കപ്പെട്ട ഈ പ്രവിശ്യയിൽ നിന്ന് ആന്റിയോക്കസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ആളാണ് യെരുശലേമിനെയും ആ ഇസ്രായേലിന്റെ ദേശങ്ങളെ മുഴുവൻ വാഴുവാനായി നിയോഗിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ആന്റിയോക്കസ് എപ്പിഫാനോസിന്റെ കീഴിലാണ് ഇസ്രായേൽ ജനം പിൽക്കാലത്ത് വന്നത്. എന്നാൽ ഏകദേശം BC 167 ഇസ്രായേൽ മക്കളുടെ നടുവിൽ എഴുന്നേറ്റ മക്കാബിയർ, അവരെ ഹസ്മോനിയൻ രാജവംശം എന്ന് പറയും. ഈ ഹസ്മോനിയൻ രാജവംശത്തിലെ മക്കാബിയ സഹോദരന്മാർ, ജോൺ മക്കാബിയർ എന്ന് പറയുന്ന ആളിന്റെ മക്കളായിരിക്കുന്ന മക്കാബിയ സഹോദരന്മാർ എഴുന്നേറ്റ് ആന്റിയോക്കസ് എപ്പിഫാനോസിന് നേരെ ഏകദേശം 3.5 വർഷത്തോളം കലാപം പുറപ്പെടുവിച്ചു, യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ എപ്പിഫാനോസ് തോറ്റുപോകേണ്ടി വന്നു. അങ്ങനെ തോറ്റുപോയ ഏകദേശം 1163-67 BC മുതലുള്ള സമയങ്ങളിൽ ഇസ്രായേലിന് പരമാധികാരത്തിലേക്ക് ഇസ്രായേൽ തിരിച്ചു വന്നു. ഹസ്മോനിയൻ രാജവംശത്തിന്റെ കീഴിൽ ഏകദേശം BC 63 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ ആരുടെയും അടിമയാകാതെ സ്വതന്ത്ര രാജ്യമായി
ഭരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഇരിക്കുന്ന സമയത്ത് ഈ ഏകദേശം BC 600 വരുമ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട, അതായത് BC 63 എത്തുമ്പോഴേക്കും മറ്റൊരു ഭരണത്തിന്റെ അവിടെ രണ്ട് സഹോദരന്മാർ തമ്മിൽ, അവരുടെ പേര്, ഒരാളുടെ പേര് ജോൺ ഹിർക്കാനസ് ആൻഡ് അരിസ്റ്റോബുലസ് എന്ന് പറയും. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വെച്ചിരുന്നാൽ ഈ രണ്ടു പേർ ഒരു രാജ്ഞിയുടെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ക്യൂനിന്റെ രണ്ട് പുത്രന്മാരാണ്. ഇവർ തമ്മിൽ രാജ്യഭരണത്തെ സംബന്ധിച്ച് കലഹമുണ്ടായി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കാൻ തുടങ്ങി, യുദ്ധം ചെയ്യാൻ തുടങ്ങി. സിവിൽ വാർ രംഗത്ത് വന്നു. ഈ സിവിൽ വാർ രംഗത്ത് വന്നപ്പോൾ അന്ന് റോമ സാമ്രാജ്യത്തെ ഈ കാര്യം അറിയിക്കുകയും റോമിന്റെ ചക്രവർത്തി പോംബെ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ പടയോട് ചേർത്ത് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് ഇതിന് നേരെ ഈ കലാപത്തെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള കരാറിലേക്ക് മുമ്പോട്ട് വരികയും റോമിന്റെ കീഴിൽ റോമിന് കപ്പം കൊടുത്ത് ഏറ്റവും കൂടുതൽ കപ്പം കൊടുക്കുന്നവരുടെ കൂടെ നിൽക്കാമെന്ന് എന്നുള്ള ചിന്തയിൽ അങ്ങനെ അത് വിഭജിക്കപ്പെടുകയും അന്ന് മുതൽ റോമിന്റെ കീഴിലേക്ക് ഇസ്രായേൽ വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ റോം കടന്നു വന്ന് ഇസ്രായേലിനെ കീഴടക്കിയതല്ല, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് തല വെച്ച് കൊടുത്തതാണ്. ഇവിടുത്തെ കലാപം ശമിപ്പിക്കാൻ വേണ്ടി അവരെ ഇങ്ങോട്ട് അയച്ചതാണ്. പക്ഷെ നിർഭയവശാൽ പിൽക്കാലത്ത് റോമിന്റെ അടിമകളായി, റോമിന്റെ മുമ്പിൽ വെറും പപ്പറ്റായി, വെറും ഒരു ബൊമ്മയായിട്ട് ഇസ്രായേലിന് കഴിയേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നെ പിന്നെ മുഴുവൻ കാണുന്നത് നമുക്ക് ഹെരോദാവിന്റെ ഭരണം നടക്കുന്നു. ഹെരോദാവും ഇസ്രായേലും കൂടെ ചേർന്ന് ഒരുമിച്ച് റോമും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുഭരണം പോലെ അവിടുന്ന് ഗവർണർ വരുന്നു. ഇങ്ങനെയുള്ള സംഭവം നമുക്കെല്ലാം ഹിസ്റ്ററി അറിയാം. അപ്പൊ ഇവിടെ ഈ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഇവിടെ പ്രവാചകൻ പറഞ്ഞ വാചകമാണ് എന്റെ പ്രധാന വിഷയം. ഞാൻ യഹൂദയെ വില്ലായി കുലച്ചും മക്കാബിയർ, അതായത് പ്രവാചകൻ പറയാ യഹൂദ ഗ്രഹത്തിൽ നിന്ന് മക്കാബിയ സമൂഹം എഴുന്നേറ്റ് വില്ലായിട്ട് കൊലച്ച് എഫ്രീമിനെ നിറച്ചിരിക്കുന്നു. അതായത് ഇസ്രായേൽ ഗ്രഹത്തിൽ ഈ രണ്ട് സമൂഹത്തെ വില്ലായിട്ട് കൊലച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? സിയോന്റെ പുത്രന്മാരെ യവന ദേശത്തിന്റെ പുത്രന്മാർക്ക് നേരെ വരുത്തി. എന്നോട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് 167 BC യവന സാമ്രാജ്യത്തിന്റെ നേതാവിനെയും കൂട്ടരെയും യഹൂദ ഗോത്രത്തെ ദൈവം തമ്പുരാൻ ഒരു വില്ലാക്കി അവരുടെ കയ്യിലോട്ട് കൊടുത്ത് അവരെ നശിപ്പിച്ച് വീരന്റെ കയ്യിലെ വാളെന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുമെന്നാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ യേശുക്രിസ്തു BC 3 ജനിക്കുന്നു, 33 മരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണം ഞാനിത് പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഉയർത്തെഴുന്നേറ്റ ശേഷം പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക. അപ്പം മിശിഹാ തമ്പുരാൻ ഇവിടെ, ഞാൻ ഈ ഇടയ്ക്ക് ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബോറാവരുത്, ഞാൻ ആ വാക്യം ഒന്ന് ഉദ്ധരിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പം കഴുതപ്പുറത്ത് സൗമ്യനായിട്ട് എങ്ങോട്ട് പോവാണ്? യെരുശലേമിലേക്ക് പോകുന്നത്. എന്തിനാ പോകുന്നത്? മരിക്കാൻ പോകുന്നു. 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പം ഇതിന്റെ തൊട്ടുപുറകുള്ള സാമ്രാജ്യങ്ങൾ നശിച്ചു. യേശു ക്രിസ്തു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരി എന്ന് പറഞ്ഞാൽ ഹീസ് ദ കിങ്. ഇനി ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഹീസ് ദ കിങ് ആണ്, അവൻ രാജാവാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ എടുത്തൊരു കാര്യം പലർക്കും അത് കേൾക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ആവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടും. നമ്മൾ പെന്റക്കോസ്റ്റൽ വരുമ്പോൾ അല്ലെ മറ്റേ ക്രിസ്തുവിനെ അറിയുമ്പോൾ നമ്മളെ പാസ്റ്റേഴ്സും ഇവാഞ്ചലിസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുള്ളത് യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉറപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. ഞാനിത് കുറെ മാസങ്ങളായിട്ട് പഠിക്കാനായിട്ടിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഇരുന്നപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്ന വെളിപ്പാടനുസരിച്ച് മനസ്സിലായ ഒരു പ്രധാന കാര്യം, ഈ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയാൻ ആരോടായി പറഞ്ഞത്? യേശു കർത്താവായിരുന്നത് എപ്പോഴാണ്? അവസാനത്തെ ആദാമ്യ കവനന്റില്ല, ആ കിങ്ഡത്തില. ഞാൻ നേരത്തെ പറഞ്ഞ ആ ടെമ്പററി റെയിനിങ്, ആ ടെമ്പററി റെയിനിങ്ങിലാണ് യേശു ക്രിസ്തു എന്തായിരിക്കുന്നത്? സ്വർഗത്തിന്റെ ഭൂമിയുടെ അധികാരിയായി രാജാവായിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ രാജാവാണെന്ന് ഏറ്റുപറയണമെന്നാ. ലോർഡ് എന്ന വാക്കിന് അർത്ഥമാക്കുന്നത് യേശു രാജാവാന്ന് ആരെല്ലാം പറയുന്നുണ്ടോ ദേ ഷാൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഷാൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്യൂച്ചറാണ്. അപ്പം നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ യേശുവിനെ രാജാവായി ഏറ്റുപറയണം. എന്നിട്ട് നിങ്ങൾക്കൊരു ഉയർപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ,
അങ്ങനെങ്കിൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കേണ്ടത് യേശു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. കാരണം ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവൻ ആദ്യ നിര ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവന്റെ വരവിങ്കൽ. അപ്പം അവൻ വരുമ്പോൾ നിങ്ങൾക്ക് രക്ഷ ലഭ്യമാകണമെങ്കിൽ, നിങ്ങൾക്ക് ഉയർപ്പ് ലഭ്യമാകണമെങ്കിൽ, വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ കർത്തൃത്വം അംഗീകരിക്കുക, അതായത് യേശുവിന്റെ കർത്തൃത്വം അംഗീകരിച്ചാൽ മാത്രമേ ഓൾഡ് കവനന്റ് പീപ്പിളിന് രക്ഷ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞവർ, യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ചവർ, അവർ ജീവിക്കേണ്ടി വന്നു. അവർക്ക് ന്യായവിധി നിന്ന് രക്ഷ പ്രാപിച്ചു. കാരണം രക്ഷ എപ്പോഴും ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം രക്ഷയുടെ സുവിശേഷമല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം നിത്യജീവന്റെ സുവിശേഷമാണ്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം, ഇന്നത്തെ കിങ്ഡം, ക്രൈസ്റ്റിന്റെ കിങ്ഡത്തിൽ ക്രൈസ്റ്റ് നമ്മുടെ സഹോദരനും നമ്മുടെ ദൈവം നമ്മുടെ രാജാവുമാണ്. യേശു എന്റെ സഹോദരനാണ്. നമ്മൾ പരസ്പരം സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഇന്ന് പുത്തനെറുശലേമിൽ നിന്ന് രക്തമല്ല ഒഴുകുന്നത്, പുത്തനെറുശലേമിൽ നിന്ന് ജീവന്റെ ജലമാണ് ഒഴുകുന്നത്. ദാറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. അവിടെ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രം അലക്കുന്നത് രക്തം കൊണ്ടല്ല, മറിച്ച് വെള്ളം കൊണ്ടാണ്. ഒഴുകി പോകുന്ന പളുങ്ക് നദി, ഈ പളുങ്ക് നദിയിൽ കഴുകി ആ വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് ആളുകൾ വരുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ദാറ്റ് ഇസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങളും ഞാനും ഇന്നും നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന സുവിശേഷം ഓൾഡ് കവനന്റ് ജനത്തിന്റെ നടുവിൽ 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ച സുവിശേഷമാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന് ശക്തിയില്ലാത്തത്. ഗോസ്പൽ ഇസ് ദ പവർ ഓഫ് ഗോഡ് എന്നാ പറഞ്ഞേക്കുന്നത്. ദൈവശക്തിയായ സുവിശേഷത്തിൽ ഇന്ന് യാതൊരു പവറും ഇല്ലാത്തതിന്റെ കാരണം കാലഹരണപ്പെട്ടുപോയ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഞാൻ തിരിച്ചു വരുന്നു. അപ്പം ഇവിടെ യേശു കർത്താവ് എന്ത് ചെയ്യാണ്? അവൻ രാജാവായി. അപ്പൊ ഇവിടെ യേശു ശിഷ്യന്മാരോട് പോയി പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോയി എല്ലാ ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയാം. എല്ലാവരെയും എന്റെ ഫോളോവർ ആക്കുവിൻ, ഞാൻ പറയുന്നത് അനുസരിപ്പിച്ചോളുവിൻ. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു എന്ത് പറയാ? എല്ലാവരെയും അനുസരിപ്പിക്കണം, എല്ലാവരെയും ശിഷ്യന്മാരാക്കണം. എന്നിട്ട് തൊട്ട് താഴെ വാക്യം തീർന്നില്ല. യഹോവ അവർക്കു മീതെ പ്രത്യക്ഷനാകും. ദ ലോർഡ്. ന്യൂ ടെസ്റ്റമെന്റിൽ ആരാ പ്രത്യക്ഷമാകുന്ന? ക്രിസ്തു. അങ്ങനെയാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇവിടുത്തെ ലോർഡ് ആരാണ്? ക്രൈസ്റ്റ് ആണ്. യാഹ്വേ പ്രത്യക്ഷനാകും. അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ കാറ്റുകളിൽ വരും. രംഗം മാറി. എന്തോ രംഗം മാറിയത്? ഇത്രയും നേരം സമാധാനം. കാരണം ഈ സമയത്ത്, അതായത് സമാധാനത്തിന്റെ സുവിശേഷം പറഞ്ഞ് ദൈവ രാജ്യത്തെ സ്ഥാപിച്ചിരിക്കുന്ന ആ സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-14 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, ഞങ്ങൾ കർത്താവിന്റെ സ്ഥാനാപതികളായി യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്ലീസ്, ഇങ്ങനെയാ അന്നത്തെ സുവിശേഷം. പ്ലീസ് യേശുവിന്റെ കർത്തൃത്വത്തിലേക്ക് വാ, ദൈവത്തോട് നിരന്നുകൊള്ളു. പ്ലീസ് കം ടു ഹിം. കാരണം ജഡ്ജ്മെന്റ് ഈസ് കമ്മിങ്, റാത്ത് ഈസ് കമ്മിങ്. പ്ലീസ് അക്സെപ്റ്റ് ജീസസ്. ഇതായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. റിക്വസ്റ്റ് ചെയ്യുക, ദയവായിട്ട് വരണം, ദയവായിട്ട് രക്ഷപ്പെടണം, ദയവായി ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിക്കണം. കാര്യം എന്താ? അംഗീകരിച്ചില്ല എങ്കിൽ അടുത്തത് തിരിഞ്ഞു. കഴുതപ്പുറത്ത് വാഹനമേറി വന്നവൻ, സമാധാനത്തിന്റെ നിയമത്തെ സ്ഥാപിച്ചവൻ, സകല മനുഷ്യർക്കും രക്ഷ കൊടുക്കുവാൻ നിരപ്പനുമായ ദൈവത്തിന്റെ സ്ഥാനാപതികളെ അയച്ച യേശു കർത്താവ് എല്ലാവരോടും കെഞ്ചുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടും മാനസാന്തരത്തിലേക്ക് വരാത്തവർക്കു വേണ്ടി അവൻ പ്രത്യക്ഷനാകും. അവൻ എങ്ങനെ പ്രത്യക്ഷനാകുമെന്നാ വെളിപ്പാട് പുസ്തകം 19:11 പറഞ്ഞിരിക്കുന്നത്? വെള്ളക്കുതിര പുറത്ത്. ഇനി മനസ്സിലാക്കണം, സൗമ്യനായി കഴുതയുടെ പുറത്ത് വാഹനമേറി പോകുന്നവൻ സമാധാനത്തിന്റെ ചിഹ്നമെങ്കിൽ, വെള്ളക്കുതിരയുടെ പുറത്ത് കടന്നു വരുന്ന ആള് സമാധാനത്തിന്റെ ആളല്ല, യുദ്ധമാണ്. അപ്പൊ കഴുതപ്പുറത്ത് പോയ ആള് കുതിരപ്പുറത്ത് തിരിച്ചു വരികയാണ്. ഇത് 2 കാലഘട്ടം എന്ന് പറഞ്ഞാൽ, കഴുതപ്പുറത്തുള്ള പോയ ആ കാലം സമാധാനത്തിന്റെ ഉടമ്പടിയുടെ കാലം.
അനുസരിക്കുന്നവർ അനുസരിച്ചോ, അംഗീകരിക്കുന്നവർ അംഗീകരിച്ചോ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോ എന്ന് താഴ്മയോടെ പോയി ദയവ് ചെയ്ത് രക്ഷപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്ന സുവിശേഷക്കാരുടെ നടുവിൽ അംഗീകരിക്കാതെ മറുതലിച്ചു പോകുന്ന അവിശ്വസിക്കുന്ന യഹൂദ സമുദായത്തോട് പറയുകയാണ്, അവൻ പ്രത്യക്ഷനാകും വെള്ള കുതിരയുടെ പുറത്ത്. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത് നോക്കിയേ, അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. മിന്നൽ പോലെ പുറപ്പെടുമെന്ന് നിങ്ങൾ നോക്കിയേ. നമ്മൾ ഇത് വായിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് നോക്കി. ഇതെവിടെ ഈ കാണുന്നത്? മിന്നൽ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം. Glory to God. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 15 വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മോനെ അരുളിച്ചത് ശൂന്യമാക്കുന്ന വിളച്ചത് വിശുദ്ധൽ നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീടിന്മേൽ ഇരിക്കുന്നവൻ വീടിലൂടെ എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. അന്നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. നിങ്ങൾക്കറിയാം, റോമൻ വാറാണ്. യെരുശലേമിനെ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ പോകുന്ന കാലഘട്ടമാണ്. ഒരു ലോകം ഉണ്ടാകുന്ന മുതൽ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം ഇസ്രായേലിന് ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ഹാപ്പൻഡ് ഇൻ AD 70. അവിടെ താരം നോക്കിയേ, ആ നാൾ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തം ആ നാളുകൾ അവന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന നിമിത്തം ആ നാളുകൾ ശരിയാ. 3.5 വർഷം കൊണ്ട് ആ യുദ്ധം നിന്നുപോയി. അവസാനത്തെ 5 മാസമായിരുന്നു കഠിനമായ യുദ്ധം. അതിൽ തന്നെ ഏകദേശം 11 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 5 മാസം. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അവൻ തേള് 5 മാസം ക്രൂരമായിട്ട് ആളുകളെ മുദ്രിക്കും എന്ന് പറയുന്നുണ്ട്. ഞാനത് പിന്നെ നമുക്ക് ദൈവം അനുവദിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. അപ്പൊ ഇവിടെ കള്ളപ്രവാചകന്മാർ എഴുന്നേക്കും, അനേകരെ തെറ്റിക്കും, അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കും. ഓർത്തുകൊള്ളുകയും ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നത്, അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ എവിടെ ഇവിടെ നോക്കിയേ, അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. വാട്ട്സ് ദ മീനിങ്? മിന്നൽ എന്ന് പറയുന്നത് അസ്ത്രം. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ യുദ്ധത്തെ കുറിച്ചാണ്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് വാർ. യഹോവയായ ദൈവം കുതിരപ്പുറത്ത് ശക്തനായി മിന്നൽ പിള്ളർ പോലെ അമ്പുള്ളവനായി യുദ്ധത്തിന് പുറപ്പെടുന്നു. അടുത്ത വാക്യം, യഹോവ കർത്താവ് കാഹളമൂതി. താഴോട്ട് വായിച്ചു നോക്കുമ്പോഴേ നോക്കിയേ, ആ കാലത്ത് കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും, ആകാശത്തിന്റെ ശക്തി വിളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. വന്ന് ഭൂമിയിലുള്ളവർ സകല ഗോത്രങ്ങൾ വിലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്ന കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാകളധ്വനിയോടുകൂടെ, യഹോവയുടെ കർത്താവ് കാഹളമൂതി, അവന്റെ ദൂതന്മാർ കാഹളമൂതി, വൃതന്മാരെ കാഹളത്തിനോടുകൂടി അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയുള്ള 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. ദാറ്റ് മീൻസ് കാഹളധ്വനിയോടെ അയക്കും. അപ്പൊ കാഹളധ്വനി, മിന്നൽ പിണർ, ഇതെല്ലാം ടോക്കിംഗ് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ്, ദ പറോസിയ ഓഫ് ക്രൈസ്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. വാഹനമേറി സൗമ്യനായി കഴുതയുടെ പുറത്ത് കരേറി പോകുന്ന കർത്താവിന്റെ ചിത്രം യഹൂദൻ ഒരു വലിയ പാഠമാണ്. ഈ വരുന്ന ആള് സൗമ്യനാണ്, സമാധാനത്തിന്റെ നിയമം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. ഇവന്റെ ഭരണം താൽക്കാലികമായിട്ട് ഇപ്പോൾ നിൽക്കും. ഇതിന്റെ ഒടുവിൽ അനുസരണമില്ലാത്തവർക്ക് നാശം വരുത്തുവാൻ, ജഡ്ജ്മെന്റ് വരുത്തുവാൻ കുതിരയുടെ പുറത്തവൻ വരും. നിങ്ങൾ കഴുതപ്പുറത്ത് അവനെ കാണുന്നെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അവനെ കുതിരപ്പുറത്ത് യുദ്ധത്തിന് വരുന്നവനായി, മിന്നൽ പോലെ അസ്ത്രങ്ങളുള്ളവനായി, കാഹളധ്വനിയോടുകൂടെ തന്റെ വൃതന്മാരെ ശേഖരിക്കാൻ, ബാക്കിയുള്ളതിനെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയാൻ വരുന്നവനായി കാണേണ്ടി വരും. അതാണ് ഒരു ആശന ഞായറാഴ്ചയുടെ പ്രത്യേകത. ആ ദിവസം യഹൂദനോട് പറയുന്നു, ബിവെയർ ഓഫ് ഇറ്റ്. നോക്കിയേ, സൈനികളെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പിന്നെ കാണാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, അപ്പൊ ഈ കഴുതയുടെ പുറത്ത് വന്ന ആള് സൗമ്യനാണ്, കുതിരയുടെ പുറത്ത് വന്ന ആള് യുദ്ധസന്നദ്ധനാണ്. അപ്പം ഇവിടെ നമ്മൾ പിടികിട്ടേണ്ട ഒരു യഥാർത്ഥമായൊരു വിഷയം, യേശുക്രിസ്തുവിന്റെ ഭരണം ആരംഭിച്ചു 30 മുതൽ. നിങ്ങൾ യോസിഫസിന്റെ പുസ്തകവും എനിക്ക് വേറൊരാളുണ്ടല്ലോ യൂസീബിയസ്, അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പം ഞാൻ അതിനകത്ത് ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചത്, ആ കാലഘട്ടം ഭയങ്കര സമാധാനമായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറയാം, എഫ്രീമിന്റെ രഥത്തെ നീക്കിക്കളഞ്ഞ് യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത വളരെ സമാധാനം, ഭയങ്കര ഗ്രേറ്റ് പീസ്. ഇസ്രായേലിൽ ഏകദേശം ഒരു 10-30-40 വർഷത്തോളം വലിയ സമാധാനമായിരുന്നു.
എന്നാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, അതാണ് നമ്മൾ ബൈബിൾ വായിക്കുന്ന, സാധാരണ പെട്ടെന്ന് അഴിച്ചുവിട്ടപ്പോൾ അവൻ പെട്ടെന്ന് കൂട്ടി യുദ്ധത്തിന് തുടങ്ങിയെന്ന് പറയാം. വളരെ പെട്ടെന്ന് രംഗം മാറി, അന്തരീക്ഷം മാറി, യുദ്ധകലുഷമായി മാറി, ഭയങ്കരമായ സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു. അത്രയും നാളും ഉണ്ടായിരുന്ന സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു. അത് ഇസ്രായേലിന്റെ മഹാന്യായവിധിക്ക് ഹേതുവായി മാറി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം മറക്കല്ലേ. കഴുതപ്പുറത്ത് വരുന്ന ക്രിസ്തു കുതിരപ്പുറത്തൊരിക്കൽ വരും എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹോശന ഞായറാഴ്ച അവൻ യെരൂശലേമിലേക്ക് യാത്രയായി. വളരെ വേഗം ഞാൻ പറഞ്ഞതുകൊണ്ട് ചില മനസ്സിലായി കാണില്ലായിരിക്കാം. വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ നമുക്ക് വീണ്ടും തരാം. വചനത്തെ മനസ്സിലാക്കുക, സത്യത്തെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നേ? നമ്മൾ അറിയണം, ഒന്ന്, ജഡ്ജ്മെന്റ്, പ്രത്യക്ഷത, എവറിത്തിങ്, ഡെത്ത്, ഇറ്റ് ഈസ് ജസ്റ്റ് ബിഹൈൻഡ് us. നമ്മുടെ മുമ്പിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, നിത്യജീവൻ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ലിവിങ് ഇൻ റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ്. നീതി വസിക്കുന്ന പുതുവാന ഭൂമിയിൽ വി ഷുഡ് ലിവ് ഇൻ റൈച്ചസ്നെസ്, വി ഷുഡ് ലിവ് ഇൻ ഹോളിനെസ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മറക്കല്ല്, ഇതിലെ ഓരോ സന്ദേശങ്ങളും വീണ്ടും വീണ്ടും നമ്മളെ ഉറപ്പിക്കുന്നു. വി ആർ ലിവിങ് ഇൻ ദ ന്യൂ ജെറൂസലേം, വി ആർ ലിവിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, വി ആർ ലിവിങ് ഇൻ ദ ന്യൂ കവനന്റ്. സോ ഇനി നമ്മൾ എന്താ ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, ദൈവത്തോട് പറ, അപ്പാ അങ്ങയുടെ രാജ്യത്തിൽ, ഈ പുത്രൻ രാജ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൗമ്യനായി വന്നവനെ വീരനായി ഇസ്രായേലിനെ കാണേണ്ടി വന്നു. ഈ വരുന്ന കഴുതപ്പുറത്ത് വരുന്നത് ഇസ്രായേലെ നിനക്കുള്ള മുന്നറിയിപ്പാണ്. ഇതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. So it is already happened. So be happy, rejoice, enjoy with the Lord. May God bless you. Thank you.